ഹായ് കൂട്ടുകാരെ. അപ്പോൾ ഈ ഡിസംബർ മാസത്തിൽ യുണൈറ്റഡ് കിങ്ഡത്തിലേക്കൊരു യാത്ര പോയാലോ? മഞ്ഞ് വീണ് കിടക്കുന്ന, മഞ്ഞിൽ പൊതിഞ്ഞ് കിടക്കുന്ന UK, യുണൈറ്റഡ് കിങ്ഡം. ഞങ്ങളിപ്പോൾ സ്കോട്ട്ലൻഡിലാണ് കേട്ടോ. സ്റ്റെർലിംഗ് എന്ന സ്ഥലത്ത് നിന്ന് ഇനി ഗ്ലാസ്ഗോ, എഡിൻബർഗ് അവിടെയൊക്കെ ഒന്ന് കാണാനായിട്ട് പോവുകയാണ്, അവിടുത്തെ കാസിലുമൊക്കെ. അപ്പോൾ ഇവിടുന്ന് ബസ്സിൽ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ രാവിലെ ഒരു 9 മണിയൊക്കെ ആയി എന്നെനിക്ക് തോന്നുന്നു. 9 മണിയാണെന്നോ സമയം തന്നെ. പക്ഷേ ഞങ്ങൾ ലൈറ്റൊന്നും അണച്ചിട്ടില്ല, ഡിസംബറല്ലേ, അപ്പോൾ ഇതേ കാലാവസ്ഥയായിരിക്കും. മുഴുവൻ മഞ്ഞ് വീണിങ്ങനെ കിടക്കുന്ന റോഡിൻ്റെ ഇരുവശങ്ങളും വീടുകളുടെ മേൽക്കൂരകളും എല്ലാം മഞ്ഞിൽ പൊതിഞ്ഞ് കിടക്കുന്ന ഒരു ദൃശ്യമാണ്. പക്ഷെ അത് നമുക്ക് കാണുമ്പോൾ ഭയങ്കര രസകരമായിട്ട് തോന്നും കേട്ടോ. നല്ല തണുപ്പാണ്, എന്നാലും ഇത് കാണുക എന്ന് പറയുമ്പം ഭയങ്കര രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ വിൻ്റർ കഴിഞ്ഞ് കഴിയുമ്പം പിന്നെ ഓരോ സീസൺസ് ഇങ്ങനെ മാറി മാറി വരുമല്ലോ. പക്ഷെ വിൻ്ററിലെ ഈ എന്താണെന്ന് പറയുന്നത്, മഞ്ഞെന്ന് പറയുന്നത് എല്ലാവരെയും ആകർഷിക്കുന്ന ഒന്നാണ്. വെള്ളപ്പട്ട് വിരിച്ചിങ്ങനെ കിടക്കുന്ന സ്ഥലങ്ങൾ. വൃക്ഷങ്ങളിലൊന്നും ഇലയൊന്നുമില്ല കേട്ടോ. ഇലകളെല്ലാം പൊഴിഞ്ഞിട്ടിപ്പം ഇലകളുടെ രൂപത്തിൽ മഞ്ഞ് തുള്ളികൾ പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. ഞാൻ ഓർക്കുമായിരുന്നു, പണ്ടൊക്കെ ക്രിസ്മസ് എന്ന് പറയുമ്പോഴത്തേന്, ക്രിസ്മസ് ആകുമ്പോഴേക്കും ഡിസംബർ ഒരു നവംബറൊക്കെ ആകുമ്പോഴേക്കും ക്രിസ്മസ് കാർഡുകളിൽ വിപണിയിൽ എത്തിക്കഴിയും. അങ്ങനെ കൂട്ടുകാർക്കെല്ലാം ഈ ക്രിസ്മസ് കാർഡുകൾ അയക്കുക എന്നുള്ള ഒരു ശീലം ഉണ്ടായിരുന്നല്ലേ. അന്ന് 5, 6, 7, 2, 3 രൂപയ്ക്കും 1 രൂപയ്ക്കും ഒക്കെ കിട്ടുമായിരുന്നു എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത്. ഞങ്ങൾ ഗ്ലാസ്ഗോയിൽ എത്തി കേട്ടോ. അപ്പോൾ ഈ ക്രിസ്മസ് കാർഡുകളിൽ ഇതുപോലെയുള്ള പടങ്ങൾ, ഈ ചിത്രങ്ങളൊക്കെ ക്രിസ്മസ് കാർഡുകളിൽ കണ്ടിട്ടുള്ള ഞാൻ ഇന്നിത് നേരിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ അത്ഭുതം തോന്നി. ഭയങ്കര സന്തോഷം. കെട്ടിടങ്ങളൊക്കെ കണ്ട് എത്ര മനോഹരമായിട്ടാണ് ഇങ്ങനെ നോക്കി. എവിടെയും ക്രിസ്മസ് വൈബാണ് കേട്ടോ. ഡിസംബർ ആയിക്കഴിഞ്ഞാൽ പിന്നെ, ഡിസംബർ എന്നല്ല, നവംബർ ആകുമ്പോഴേ തുടങ്ങും ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങൾ. യൂറോപ്യൻ നാടുകളിൽ, വിദേശ രാജ്യങ്ങളിലെല്ലാം ക്രിസ്മസ് വളരെ നന്നായിട്ട് ആഘോഷിക്കുന്ന കൂട്ടത്തിലാണല്ലോ. അവിടെ ഒരു പാർക്കുണ്ട്, ഗ്ലാസ്. ടൂറിസ്റ്റ് ബസ്. അത് ഡബിൾ ഡെക്കർ ബസ്സാണ്. അപ്പോൾ അതിന് മുകളിൽ കയറി ഇരുന്നാൽ നമുക്ക് നല്ല വിശാലമായിട്ടെല്ലാം കാണാൻ സാധിക്കും. നല്ല മനോഹരമായ മഞ്ഞിൽ പൊതിഞ്ഞ് കിടക്കുന്ന വഴികളിലൂടെയുള്ള യാത്ര അതിമനോഹരം. ഇടയ്ക്ക് ഈ പെയിൻറ്റിങ്സ് കാണാം കേട്ടോ, മ്യൂറൽ പെയിൻറ്റിങ്സ്. കെട്ടിടങ്ങളുടെയൊക്കെ കളർ കണ്ടോ, നല്ല രസമല്ലേ. അപ്പം ഇതിൻ്റെ തുടർച്ചയായിട്ട് 3-5 വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്ത് അഭിപ്രായം പറയണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.